21 പോയിന്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടും ഈ കളി എതിരാളിക്ക് ജയിക്കാൻ പറ്റിയില്ല. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്ട്രോങ് അഡോൾഫ് ആൻഡേഴ്സൺ ആണ്. ദ ഇമ്മോർട്ടൽ ഗെയിം എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടു നോക്കിയാലോ. ഇവിടെ ആൻഡേഴ്സൺ ആണ് വൈറ്റ് കളിക്കുന്നത്. ആൻഡേഴ്സിന്റെ ഇരു റൂക്കുകളെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ അറ്റത്ത് കിടക്കുന്ന ഈ റൂക്കും മറ്റേ റൂക്കും ബിഷപ്പ് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ ഏതെങ്കിലും ഒരു റൂക്കിനെ രക്ഷിക്കാൻ പോകും. നിങ്ങൾ എന്തായിരിക്കും കളിക്കാൻ പോകുന്നത്? ആൻഡേഴ്സന്റെ ഇരു റൂക്കുകളെ രക്ഷിക്കാൻ പോകുന്നില്ല. പകരം കളിക്കുന്നത് ഈ ഒരു ബിഷപ്പിനെ ഉണ്ടല്ലോ, ബിഷപ്പിനെ ഇവിടെ D6 കളിച്ച് എതിരാളിയുടെ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ഐഡിയ ഒട്ടും വ്യക്തമല്ല. ഇപ്പൊ ഇരു റൂക്കുകളെ വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ക്വീൻ വെച്ചിട്ട് ഈ റൂക്കിനെ എടുക്കാം, അല്ലെങ്കിൽ ബിഷപ്പ് വെച്ചിട്ട് ഈ റൂക്കിനെ വെട്ടാം. എതിരാളി എന്ത് ചെയ്തു? ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബിഷപ്പ് വെച്ച് ആദ്യം ഈ ഒരു റൂക്കിനെ അങ്ങ് വെട്ടിയെടുത്തു. അപ്പോ ഇനിയിപ്പോ കിങ് വെച്ച് ഈ ബിഷപ്പിനെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ റൂക്ക് ഇവിടെ വീഴുന്നതാണ്. അപ്പൊ ബ്ലാക്ക് വിചാരിക്കുന്നു ഒരുപക്ഷെ ഈ റൂക്കിനെ രക്ഷിക്കാൻ ഇവിടെ ആൻഡേഴ്സൺ നോക്കുമെന്ന്. പക്ഷെ ആൻഡേഴ്സൺ ആ ബിഷപ്പിനെ എടുക്കുന്നുമില്ല, ആ റൂക്കിനെ രക്ഷിക്കാനും നോക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള അവസരമാണ്. നിങ്ങളാണെങ്കിൽ ഇവിടെ എന്ത് കളിക്കും? ആ റൂക്കിനെ രക്ഷിക്കോ, അതെയോ ബിഷപ്പിനെ എടുക്കോ, വേറെ എന്തെങ്കിലും കളിക്കോ? ആൻഡേഴ്സൺ ഇതൊന്നും അല്ലാത്തൊരു മൂവ് കളിക്കുവാണ്. ആൻഡേഴ്സൺ കളിക്കുവാണ് പോൺ ടു E5. അപ്പോ ഇതിനൊരു ഡീപ്പ് ഐഡിയ ആണുള്ളത്. ഇവിടെ ക്വീനിന് ഇവിടത്തെ പീസുകളുടെ അറ്റാക്കിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു പെനിട്രേഷൻ മൂവ് ആണ്. പോണിനെ ഇവിടെ E5 കളിച്ച് ബ്ലോക്ക് ചെയ്യുവാണ് ഈ ക്വീന്റെ അറ്റാക്ക്. പക്ഷെ ഇവിടുത്തെ ഡേഞ്ചറസ് ഫാക്ടർ ഈ റൂക്കും കൂടെ വെറുതെ കൊടുക്കുകയാണ്. എതിരാളിയാണെങ്കിൽ വെട്ടിയ റൂക്കിനെ വെട്ടി ചെക്ക് കൊടുക്കുന്നു. കിങ് E2 പോകുന്നു. പക്ഷെ ഇനി എങ്ങനെയാണ് ഒരു കണ്ടിന്യൂഷൻ? ഇവിടെ ഇപ്പൊ എന്താ ഇപ്പോ ബ്ലാക്കിന് ഇവിടെ കളിക്കാൻ പറ്റുക? ഇവിടെ നോക്കുമ്പോ കാര്യം ഇപ്പൊ കുറെ പീസുകൾ ഇവിടെ കൊടുത്തു. ഇനിയിപ്പോ വൈറ്റ് ഈ രണ്ട് നൈറ്റും ബിഷപ്പും വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഇവിടേക്ക് കളിച്ചിട്ട് ഇതുപോലത്തെ ചെക്ക് ഇവിടെ ബ്ലാക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ വൈറ്റിന് ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ തോന്നാം. പക്ഷെ വൈറ്റ് ഇവിടെ ജയിക്കാൻ പോവാണ്. എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കും. ഇവിടെ ഇപ്പോ ഒരേ ഒരു നീക്കമല്ലേ ഉള്ളൂ, കിങ് എവിടേക്ക് പോകും. പക്ഷെ ഇനി നോക്കുമ്പോൾ ഒരു നല്ല ലോജിക്കൽ ചെക്ക് പോലും ഇല്ലല്ലോ. കാരണം ഇവിടേക്ക് ഒരു ചെക്ക് കൊടുക്കാൻ പറ്റില്ല, ബിഷപ്പ് ഇവിടെ ഉണ്ട്. ഇവിടേക്ക് പോകാൻ പറ്റില്ല, ഈ നൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ചെക്ക് മേറ്റിംഗ് സീക്വൻസ് കാണാൻ പറ്റുന്നുണ്ടോ? അടിപൊളിയാണ്, കണ്ടാലോ? ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റ് ക്വീൻ ടു F6 ആണ്. അപ്പോ ഇവിടെ വേറെ ഒരു നിവർത്തിയില്ല. രണ്ട് രീതിയിൽ ഇതിനെ കളിക്കാം. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മേറ്റ് ആയിപ്പോ. പക്ഷെ ഈ ഒരു ക്വീനെ വെറുതെ എടുത്തുകൂടെ? ക്വീനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് E7 അതിമനോഹരമായുള്ള ചെക്ക് മേറ്റ് ആണ്. എങ്ങനെയുണ്ട്?